ഇന്ന് മാർച്ച് 27 ലോക നാടക ദിനാഘോഷം. സമൂഹത്തിൽ നാടകത്തിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും മാർച്ച് 27 ലോക നാടക ദിനം ആഘോഷിക്കുന്നു. 1961 ഇൻ്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചതാണ് ഈ ദിനം. ഈ ദിവസം ITI വാർഷിക സന്ദേശം സംഘടിപ്പിക്കുന്നു. പ്രശസ്ത നാടക കലാകാരന്മാർ നാടകകലയെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനായി ഇത് ആഘോഷിക്കുന്നു. അഭിനയം, കഥപറച്ചിൽ, സംഗീതം, ദൃശ്യരൂപകൽപ്പന എന്നിവ ഒരുമിച്ച് കൊണ്ടുവന്ന പ്രേക്ഷകരെ വ്യത്യസ്ത ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ പ്രകടനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സവിശേഷ കലാരൂപമാണ് നാടകം. 2025 ലോക നാടക ദിനം നാടകവും സമാധാന സംസ്കാരവും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചായിരിക്കും. കഥപറച്ചിലിൻ്റെയും പ്രകടനത്തിൻ്റെയും ശക്തിയിലൂടെ സമാധാനവും ധാരണയും വളർത്തുന്നതിൽ നാടകത്തിൻ്റെ പങ്ക് ഈ തീം എടുത്തു കാണിക്കുന്നു. ഒരു കലാരൂപമായി നാടകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലോക നാടക ദിനം നിർണായക പങ്ക് വഹിക്കുന്നു. വിനോദം എന്ന നിലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസം, സാമൂഹിക മാറ്റം, വ്യക്തിഗത വളർച്ച എന്നിവയ്ക്കുള്ള ഒരു ഉപകരണമായും അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതുമാണ് ഇതിൻ്റെ ലക്ഷ്യം. നാടകം ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. കേരളത്തിൽ നാടകം എത്തിയതിൻ്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും പരാമർശിക്കപ്പെടേണ്ട പേരാണ് വെള്ളരി നാടകം. കാർഷിക സംസ്കൃതിയുടെ ഉൽപ്പന്നമായിരുന്നു വെള്ളരി. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് വെള്ളരികൾ മൂക്കുമ്പോൾ തിന്നാനെത്തുന്ന കുറുക്കന്മാരെ ഓടിക്കാൻ മാടം കെട്ടി ഉറക്കമൊഴിഞ്ഞ് കാവൽ നിന്ന കൃഷിക്കാരുടെ വിനോദമായിരുന്നു ഈ കലാരൂപം. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MR ഭട്ടതിരിപ്പാടിൻ്റെ പറയ്ക്കുള്ളിലെ മഹാനരകം, MT ഭട്ടതിരിപ്പാടിൻ്റെ ഋതുമതി എന്നീ നാടകങ്ങൾ അക്കാലത്തെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ രൂക്ഷമായി വിമർശിച്ചു. ഏതൊരു സമൂഹത്തിൻ്റെയും അസമത്വത്തിൻ്റെ പ്രധാന കാരണം സാമ്പത്തിക അസമത്വമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് K. ദാമോദരൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടമാക്കി പിറവിയെടുക്കുന്നത്. ഈ ചുവട് പിടിച്ചാണ് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, ചെറുകാടിൻ്റെ നമ്മളെന്ന തുടങ്ങിയ നാടകങ്ങൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സമൂഹം ചർച്ച ചെയ്യുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചൂഷണം, ദാരിദ്ര്യം, അസമത്വം, ജാതീയത എന്നീ വിഷയങ്ങൾ നാടകങ്ങളുടെ പ്രമേയമായി. അയിത്തോച്ചാടനത്തിലും കാർഷിക സമരങ്ങൾക്ക് തീവ്രതയേകാനും ജനങ്ങളെ ഒന്നിപ്പിക്കാനും നാടകങ്ങൾ വഹിച്ച പങ്ക് വലുതാണ്. പിന്നീടും നാടക ചരിത്രം തുടരുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജനങ്ങളെ അണിനിരത്താനും സ്വാതന്ത്ര്യാനന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിലും പ്രധാനമായി ഉത്പ്രേരകമായത് നാടകങ്ങളാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന KPSCയുടെ നാടകത്തെക്കുറിച്ച് സംസാരിക്കാതെ 1950കളിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അക്കാലത്ത് കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും തൊബിൽ ബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം തകർത്താടി. മലയാളിയുടെ സാമൂഹിക ജീവിതത്തെ ശക്തിയായി സ്വാധീനിച്ച ഒന്നാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ KPSCയുടെ നാടകം. അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി പരസ്പരം തുരുത്തുകളായി മാറിയ മലയാളി സമൂഹത്തെ ബോധവൽക്കരിക്കാനും അതിലൂടെ സാമൂഹിക മുന്നേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനും ഈ നാടകത്തിന് വലിയ രീതിയിൽ സാധിച്ചു. വർത്തമാനകാലത്ത് കേരളത്തിലെ നാടക മേഖലയും നാടക പ്രവർത്തകരും മാറി. നാടകങ്ങൾക്കും അടിമുടി മാറ്റമുണ്ടായി. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ മനസ്സിലാക്കി നാടകങ്ങൾ അരങ്ങുവാഴുന്ന കാലഘട്ടമായി. സ്ത്രീകൾ കയറി വരാൻ പേടിച്ച വേദിയായിരുന്നു നാടകം. അതിൽ നിന്നും എത്രയോ മാറി ഇരിക്കുന്നു. നാടകത്തിനോടും നാടക കലാകാരന്മാരോടുമുള്ള കേരളത്തിൻ്റെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. നാടകം കാണാനും ആസ്വദിക്കാനും നിരവധി പേരാണ് ഇന്ന് മുന്നോട്ട് വരുന്നത്. നാടകക്കാരെ, കലാകാരന്മാരെ പോലും കാണാത്ത കാലഘട്ടത്തിൽ നിന്നും സമൂഹം എത്രയോ മുന്നോട്ട് നടന്നു നീങ്ങിയിരിക്കുന്നു.